നമസ്കാരം, എല്ലാവർക്കും സൂര്യാസ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മസാല ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് 2 ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക്, 5-6 കഷ്ണം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്. നാല് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും കൂടി അരച്ച് 5 മണിക്കൂർ പൊങ്ങാൻ വെച്ചു. പൊടി നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഇതിലേക്ക് ചതച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ക്യാരറ്റും ബീൻസും ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ബീൻസും ക്യാരറ്റും വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കണം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ചട്ടിയുടെ വലിപ്പം അനുസരിച്ച് ആവശ്യത്തിന് പൊടിയിട്ട് നൈസായിട്ട് ദോശ ഉണ്ടാക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഇത് നല്ലതുപോലെ ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കാം. ഇങ്ങനെ എല്ലാ പൊടിയും ചുട്ടെടുക്കാം.
മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.